കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുറ്റക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നേതാവടക്കം രണ്ടുപേരെയാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ശിക്ഷ ഇന്ന് വിധിക്കും. പോലീസിന് നേരെ പട്ടാപ്പകൽ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചത്. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിൽ മത്സരിക്കുന്ന ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ നിഷാന്ത്, മറ്റൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ നന്ദകുമാർ എന്നിവരാണ് കുറ്റക്കാർ. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി KN പ്രശാന്താണ് വിധി പറഞ്ഞത്. 2012 ആഗസ്റ്റ് 1-ന് ഷുക്കൂർ വധക്കേസിൽ P ജയരാജനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു ആക്രമണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തേക്ക് എത്തിയതായിരുന്നു പയ്യന്നൂർ പോലീസ്. SI അടങ്ങുന്ന സംഘത്തിന് നേരെയാണ് ബൈക്കിലെത്തിയ പ്രവർത്തകർ സ്റ്റീൽ ബോംബ് എറിഞ്ഞത്. വാഹനത്തിന് മുന്നിൽ വന്ന് വീണെങ്കിലും ബോംബ് പൊട്ടിയില്ല. അത്ഭുതകരമായാണ് പോലീസുകാർ രക്ഷപ്പെട്ടത്. വിധി കേൾക്കാൻ പയ്യന്നൂർ MLA TI മധുസൂദനനും കോടതിയിലെത്തിയിരുന്നു. കേസിലെ മറ്റു 2 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ശിക്ഷിക്കപ്പെട്ട നന്ദകുമാർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നിലവിലെ സാഹചര്യത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സ്ഥാനാർത്ഥി നിഷാന്ത് ജയിലിൽ കിടന്ന് ജനവിധി തേടേണ്ടി വരും. വിധിക്ക് പിന്നാലെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ കോടതി വാക്കാൽ ചില പരാമർശങ്ങളും നടത്തി. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.